ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പപ്പടം കൊണ്ടുള്ളൊരു സ്നാക്സാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്. ഇതിനിപ്പോൾ പപ്പടം ആദ്യം ഒന്ന് കുതിർത്തിയെടുക്കണം. നിങ്ങൾക്ക് എത്ര പപ്പടം വേണം അത്ര എടുക്കാം. നമ്മളൊരു 4-5 എടുക്കുന്നുണ്ട്. ഒരു 10-15 സെക്കൻഡ് ഒന്ന് കുതിർത്തിയെടുത്താൽ വെള്ളത്തിൽ. ഓവറായിട്ട് അത് കുതിർന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൽ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സവാള ചെറിയ ചെറിയ പീസാക്കിയിട്ട്, ഇനി അതിലോട്ട് നമുക്ക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് മിക്സ് ചെയ്യാം. നമുക്ക് മല്ലിച്ചപ്പാലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ കറിവേപ്പിലാണ് ഇടുന്നത്. അതിലോട്ട് കുറച്ച് പൊടികൾ കൂടി ചേർക്കണം. ഒരു ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇതെല്ലാം കുറച്ച് മതി, കാരണം വെച്ചാൽ ഒരു സവാള മസാല പൊടി ആഡ് ചെയ്യാം. നമുക്ക് അതിലോട്ട് കുറച്ച് പൊടിയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചെടുത്ത് നമുക്കിതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മൈദ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടം ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മതി, ചെറുതായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ മതി. കുറച്ച് വെള്ളത്തിൽ ഒന്ന് ടൈറ്റായിട്ട് ഒരു പശ രൂപത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്ക് ഒരു കുതിർത്ത പപ്പടം എടുത്തിട്ട് അതിന് നടുക്കിലോട്ട് കുറച്ച് മസാല ആഡ് ചെയ്യാം. എന്നിട്ട് അതിനെ ഒന്ന് മടക്കണം. എനിക്ക് ഏത് രൂപത്തിലാണെങ്കിലും മടക്കാം. അപ്പോൾ മടക്കിയിട്ട് നമ്മൾ കുറേശ്ശെ മൈദ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അത് പെട്ടെന്ന് ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ വയ്ക്കുന്നത്. ഒന്ന് ഒട്ടിച്ചെടുക്കണം. എനിക്ക് ഏത് രൂപത്തിൽ മടക്കാം, സ്ക്വയറിലോ അല്ലെങ്കിൽ ത്രികോണത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മടക്കിയിട്ട് എടുക്കുക. അതിനെ ഒന്ന് സൈഡിലെല്ലാം മൈദ നല്ല രീതിയിൽ തേച്ചിട്ട് ഒന്ന് നല്ല പോലെ മടക്കിയെടുക്കുന്നത്. അപ്പോൾ സ്ക്വയർ രൂപത്തിലാണ് മടക്കിയെടുക്കുന്നത്. ഒന്ന് മടക്കി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് കഴിച്ചാൽ മതി, നല്ലത് വേഗത്തുള്ളൂ. ഇതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എടുക്കാം അതിനെ. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേക രൂപമൊന്നുമില്ല, നമ്മൾ മടക്കിയത് ശരിയായിട്ടില്ല, അതുകൊണ്ട് പല രൂപത്തിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.